ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ബീട്രൂട്ട് ഫേഷ്യലാണ് കേട്ടോ. ഇതൊരു 5 സ്റ്റെപ്പ് ഫേഷ്യൽ പ്രോസസ്സാണ്. ഈ ഒരു ഫേഷ്യൽ ചെയ്യാൻ വേണ്ടിയിട്ട് അധിക സംഭവങ്ങളൊന്നും നമുക്ക് പുറത്തുനിന്ന് വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ്. പിന്നെ ബീട്രൂട്ട് ഉണ്ടെങ്കിൽ ബീട്രൂട്ടൊക്കെ വാങ്ങിക്കിട്ട് വരും, അത്രേ ഉള്ളൂ. ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഇത് മൊത്തം ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇപ്പോൾ ബീട്രൂട്ട് ജ്യൂസ് ഇല്ലയെന്നുണ്ടെങ്കിൽ പൗഡറാണ് കയ്യിലുള്ളതെങ്കിൽ അതാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ ഇതിന് വേണ്ടിയിട്ട്. പിന്നെ ഞാൻ സജസ്റ്റ് ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ഇത് ഈവനിങ് ടൈമിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. കാരണം നമ്മളിത് ചെയ്ത് കഴിഞ്ഞ് പെട്ടെന്ന് ഡയറക്റ്റ് സണ്ണിൻ്റെ കോണ്ടാക്റ്റ് ഒന്നും പാടില്ല. പുറത്തോട്ട് അങ്ങനെ പോകണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫേഷ്യൽ ചെയ്യാണ്ടിരിക്കും. നമ്മൾ ബ്യൂട്ടി പാർലറിലൊക്കെ പോയിട്ട് ഫേഷ്യലൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ സൂര്യൻ്റെ വെളിച്ചത്തിൽ അങ്ങനെ പോകാൻ പാടില്ല എന്നുള്ളത് ഒരു ഇതുണ്ടല്ലോ. അതുപോലെ തന്നെയാണ് നമ്മളിതും ചെയ്യേണ്ടത്. അപ്പോൾ വൈകുന്നേരം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കിടന്നുറങ്ങും, വേറെ പുറത്തോട്ട് അങ്ങനെ പോകണം അങ്ങനത്തെ ആവശ്യമൊന്നും വരാറില്ല. അപ്പോൾ അതനുസരിച്ച് വേണം നമ്മൾ ചെയ്യാനായിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഫേഷ്യൽ നമ്മുടെ ഫേസ് നല്ല രീതിയിൽ ബ്രൈറ്റൻ ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. കാരണം ബീട്രൂട്ടാണ്, നമുക്ക് എല്ലാവർക്കും അറിയാം ബീട്രൂട്ട് അത്രയും നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. അത് നമ്മൾ ഉള്ളിൽ ആയിട്ടുള്ള ഇൻടേക്ക് ചെയ്താലും പുറമെ അപ്ലൈ ചെയ്താലും അത് ഏതൊരു രീതിയിലാണെന്നുണ്ടെങ്കിലും നമുക്കത് ഗുണമേ ഉള്ളൂ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു ഫേഷ്യലാണ് ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിചാരിക്കുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ക്ലെൻസിങ്ങിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം 1 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ 1 ടീസ്പൂൺ റോസ് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റോസ് വാട്ടർ ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ പാലില്ലേ, പശുവിൻ്റെ പാല്, അത് യൂസ് ചെയ്താലും മതി. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മൾ ക്ലെൻസിങ്ങിനായിട്ട് എടുക്കാനായിട്ട്. ഇത് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു കോട്ടൺ പാഡ് ഉപയോഗിച്ചിട്ട് ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ ഫസ്റ്റത്തെ സ്റ്റെപ്പ്. ഇപ്പോൾ ക്ലെൻസിങ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ സാധാരണ ഫേസ് വാഷ് ഉപയോഗിച്ച് ചെയ്യില്ലേ, അതിന് പകരം ഞാൻ ഇവിടെ ബീട്രൂട്ട് വെച്ചിട്ട് തന്നെയാണ് കേട്ടോ ക്ലെൻസ് ചെയ്യുന്നത്. അത് ജസ്റ്റ് നല്ലോണം ഫേസിൽ അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണ പോലെ തന്നെ നെക്കിലും മറക്കരുത്. നമ്മൾ ഫേസിലും നെക്കിലും കൂടിയിട്ടാണ് ക്ലെൻസിങ് ചെയ്ത് കൊടുക്കുന്നത്. നല്ല രീതിയിൽ ക്ലെൻസിങ് ചെയ്യുക. എന്നിട്ട് സാധാ നോർമൽ വാട്ടറിൽ നമ്മൾ ഫേസ് ഒന്ന് വാഷ് ചെയ്ത് കളയുക എന്നുള്ളതാണ്. അഥവാ ഇപ്പോൾ ലൂപ്പ് വാം വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് കുറച്ചും കൂടി നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. സാധാ വെള്ളത്തിൽ കഴുകിയാൽ മതി കേട്ടോ. എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് ആഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒപ്പം 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ ഒപ്പം 1 ടീസ്പൂൺ റോസ് വാട്ടറും കൂടി ആഡ് ചെയ്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. അഥവാ ഇപ്പോൾ ഡ്രൈ സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ റോസ് വാട്ടർ മാറ്റിയിട്ട് കുറച്ച് തൈര് ഉപയോഗിച്ചാൽ മതി. അത് മൂന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഇപ്പം ഞാൻ ക്ലെൻസിങ് ഒക്കെ കഴിഞ്ഞ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മുടെ എക്സ്ഫോളിയേഷന് വേണ്ടിയിട്ടുള്ളത് അപ്ലൈ ചെയ്ത് കൊടുക്കുവാണ്. ഇത് കുറേശ്ശെ നല്ല രീതിയിൽ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. മെയിനായിട്ട് നമ്മുടെ നോസിൻ്റെ അവിടെയും ചിന്നിൻ്റെ അവിടെ, കാരണം ബ്ലാക്ക് ഹെഡ്സ് കൂടുതൽ അവിടെയാണുള്ളത്. അപ്പോൾ എക്സ്ഫോളിയേഷൻ വഴി നമുക്ക് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട്, നമ്മുടെ ഫേസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ കുറച്ച് മാറ്റി എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ എക്സ്ഫോളിയേഷൻ ചെയ്ത് കൊടുക്കുന്നത്. നമ്മുടെ ഫേസിൽ കൊളാജൻ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നല്ല രീതിയിൽ സഹായിക്കുന്ന ഒരു സ്റ്റെപ്പാണ് എക്സ്ഫോളിയേഷൻ എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ ഫേസിലുള്ള ഡെഡ് സ്കിൻ സെൽസ് ഒക്കെ ഇല്ലേ, അതൊക്കെ നല്ല രീതിയിൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും കേട്ടോ. ഒരു 2-3 മിനിറ്റ് ഫേസ് നല്ല രീതിയിൽ മസാജ് ചെയ്തതിന് ശേഷം വാഷ് ചെയ്ത് കളയാം കേട്ടോ. ചൂടുവെള്ളത്തിൽ ഞാൻ ടവൽ ഡിപ്പ് ചെയ്തിട്ട് അതാണ് സ്റ്റീമിങ്ങിനായിട്ട് യൂസ് ചെയ്യണത് കേട്ടോ. ഇപ്പം നമ്മുടെ കയ്യിൽ ആവി പിടിക്കുന്ന മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ചാണെങ്കിൽ സ്റ്റീമിങ് ചെയ്താൽ മതി. സ്റ്റീമിങ് വഴി നമ്മുടെ പോഴ്സൊക്കെ നല്ല രീതിയിൽ ഓപ്പൺ ആവും. അപ്പോൾ നമ്മുടെ മാസ്ക് അപ്ലൈ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഫേസിലോട്ട് അബ്സോർബ് ആവാനായിട്ട് സഹായിക്കും കേട്ടോ. ഫേസ് പാക്കിന് വേണ്ടിയിട്ട് ഞാൻ 2 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസ് എടുക്കുന്നുണ്ട്. അതിനൊപ്പം 1 ടീസ്പൂൺ തൈരും 1 ടീസ്പൂണോളം ഹണിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട്. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 1 ടേബിൾ സ്പൂണോളം കടലപ്പൊടിയും കൂടി ആഡ് ചെയ്ത് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ. ബീട്രൂട്ട് പൗഡർ യൂസ് ചെയ്യാതെ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് വെച്ചിട്ടാണ് ഈ ഫേഷ്യൽ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ആ ബീട്രൂട്ടിൻ്റെ റെസിഡ്യൂ ഉണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 1/2 ടീസ്പൂണോളം അതും ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഫേസ് പാക്കിലോട്ട്. അത് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക.
നമ്മുടെ തിക്കായിട്ടുള്ള ഫേസ് പാക്ക് റെഡി ആയിട്ടുണ്ട്. അത് നമ്മുടെ ഫേസിലും നെക്കിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്യുക. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് വെച്ചാൽ മതി. അത് കൂടുതൽ ഫേസ് പാക്ക് വയ്ക്കേണ്ട. നല്ലോണം അപ്പോൾ തന്നെ നല്ല രീതിയിൽ ഡ്രൈ ആവും. എന്നിട്ട് നോർമൽ വാട്ടർ വെച്ച് ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് കളയാം കേട്ടോ. നമ്മൾ സ്റ്റീമിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഫേസ് പാക്ക് ഇടുന്നത് കാരണം പോഴ്സ് ഓപ്പൺ ആയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഈ ഫേസ് പാക്കിലുള്ള എല്ലാ ഗുണങ്ങളും നമ്മുടെ ഫേസിലോട്ട് നല്ല രീതിയിൽ അബ്സോർബ് ചെയ്യാനായിട്ട് സഹായിക്കും കേട്ടോ. എന്നുവെച്ചാൽ നമ്മുടെ ഫേസ് മാസ്ക് കുറേ ന്യൂട്രിയൻസ് ഒക്കെ ഉണ്ടാവും. കാരണം നമ്മൾ ബീട്രൂട്ടും തൈരും ഹണിയൊക്കെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ല രീതിയിൽ നമ്മുടെ ഫേസിൽ നല്ല അബ്സോർബായി ഡ്രൈ ആവാൻ തുടങ്ങുന്ന ഒരു 15 മിനിറ്റ്സ് കഴിയുമ്പോൾ നമ്മൾ നോർമൽ വാട്ടർ വാഷ് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ ഈ ഫേഷ്യലിൽ ലാസ്റ്റ് സ്റ്റെപ്പായ മോയ്സ്ചറൈസിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ്. മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ അലോവേറ ജെല്ലും 1 ടീസ്പൂൺ ബീട്രൂട്ട് ജ്യൂസും കൂടി എടുത്തിട്ടുണ്ട്. നല്ല രീതിയിൽ മിക്സ് ചെയ്തു. പിന്നെ അത് കൈവച്ച് മിക്സ് ചെയ്തപ്പോഴാണ് മിക്സ് ആയത്, സ്പൂൺ വെച്ച് മിക്സ് ആവുന്നുണ്ടായില്ല. ഫേസൊക്കെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഞാൻ ഫേസ് പാക്ക് ഇട്ടതിന് ശേഷം അപ്പം തന്നെ ആ ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റും, ഫേസിൽ എന്തോരം മാറ്റങ്ങളും വന്നിട്ടുണ്ടെന്നുള്ളത്. അപ്പം ഈ മോയ്സ്ചറൈസർ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഫേസ് പാക്കൊക്കെ ഇട്ട് കഴിയുമ്പോൾ കുറച്ച് ഡ്രൈ ആവാനായിട്ടുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഫേസിൽ നമ്മുടെ സ്കിന്നിലുള്ള നാച്ചുറൽ ആയിട്ടുള്ള ഓയിൽസൊക്കെ ഇപ്പോൾ ഡ്രൈ ആയി പോയിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ഫേസിൽ കുറച്ചും കൂടി ഹൈഡ്രേഷൻ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ മോയ്സ്ചറൈസിങ് ആയിട്ടുള്ള സ്റ്റെപ്പ് ചെയ്യുന്നത് കേട്ടോ. ഇപ്പം നമ്മൾ ഉണ്ടാക്കി ഈ മോയ്സ്ചറൈസർ ഫേസിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ബ്ലഷ് ഇട്ട ഫീലിംഗ് ആണ് കേട്ടോ വരുന്നത്, അല്ലേ? ഒരു റെഡിഷ് ടിൻറ്റ് വരുന്നുണ്ട് ഫേസിൽ ഫുള്ളായിട്ട്. ഫേസിലും നെക്കിലും ഞാൻ കംപ്ലീറ്റ്ലി അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫേസ് പാക്കൊക്കെ എവിടെയാണോ ഇട്ടത് അവിടെ ഫുള്ളായിട്ട് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു മോയ്സ്ചറൈസർ. പിന്നെ ഫെയർ ആയിട്ടുള്ള സ്കിന്നുകാർക്കാണെന്നുണ്ടെങ്കിൽ ഇത് നാച്ചുറലായിട്ടൊരു ടിൻറ്റായിട്ട് യൂസ് ചെയ്യട്ടെ. കാരണം നല്ല രീതിയിൽ ആ ഒരു കളറ് നമ്മുടെ ഫേസിൽ കാണിക്കും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എന്തായാലും ഈ ഫേഷ്യലൊന്ന് വീഡിയോ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് എങ്ങനെ ഉണ്ടെന്നൊന്ന് കമൻറ്റ് ചെയ്തിട്ട് പറയണം കേട്ടോ. അപ്പോൾ എനിക്കറിയുമ്പോൾ എത്ര പേർക്കത് യൂസ്ഫുള്ളായി എന്ന് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അത് മാത്രമല്ല, ഞാൻ ഈ ഒരു ഫേഷ്യൽ ഒരു വീക്ക്ലി വൺസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനെ ഞാൻ സജസ്റ്റ് ചെയ്യുക. കാരണം ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത് കേട്ടോ. ഇത് ട്രൈ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടി, അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്കും അതൊരു യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ എന്തായാലും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇനി ഫ്യൂച്ചറിൽ കാണണം എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക ചാനൽ. അതിൻ്റെ ഒപ്പം തന്നെ ആ ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കട്ടോ. അപ്പോൾ ഫ്യൂച്ചറിൽ ഏത് വീഡിയോസ് ഇട്ടാലും നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും കേട്ടോ. അപ്പം ഇന്നത്തേക്ക് ഇത്രേ ഉള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയ്ക്ക് വരെ ബൈ. അപ്പോൾ സ്റ്റെപ്പ് 1 1 2 3 1 പറയാം. എടി എനിക്ക് കിട്ടണില്ല പറയാനായിട്ട്, നീ പറയൂ എനിക്ക്. ഓക്കെ